നിങ്ങൾ എത്ര പേര് ഇത് കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല. ഇത് സാൻഡോസ് റെമോ എന്ന ക്ലബിനെ 1-0 തോൽപ്പിച്ചതിന് ശേഷം നെയ്മർ റെമോ ഫാൻസിനെ കളിയാക്കുന്നൊരു വീഡിയോ ആണ്. ആക്ച്വലി ഈ ഒരു വീഡിയോൻ്റെ പിന്നിലുള്ള യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇത് ആ ഒരു ബ്രസീലിയൻ ലീഗിലുള്ള ഒരു ഡൊമസ്റ്റിക് കോമ്പറ്റീഷനാണ്. നമ്മുടെ കോപ്പ ഡെൽറേ, FA കപ്പ് അതുപോലുള്ള ഒരു കോമ്പറ്റീഷൻ. കോപ്പ ഡോ ബ്രസീൽ എന്നാണ് ഒരു കോമ്പറ്റീഷന് പറയുന്നത്. ഈ ഒരു കോമ്പറ്റീഷൻ്റെ റൗണ്ട് ഓഫ് 16 മാച്ചായിരുന്നു അത്. അതിൻ്റെ ഫസ്റ്റ് ലെഗിൽ ഓൾറെഡി സ്കോർ സമനിലയാണ് 0-0. സെക്കൻഡ് ലെഗിൽ ഫസ്റ്റ് ഹാഫ് വരെ 0-0 ആയിരുന്നു. അങ്ങനെ സെക്കൻഡ് ഹാഫിൽ നെയ്മർ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഇറങ്ങുകയാണ്. ഇറങ്ങിയതിന് ശേഷം നെയ്മറിൻ്റെ കാലിൽ എപ്പോഴൊക്കെയാണ് ബോൾ കിട്ടുന്നത് ആ സമയത്തൊക്കെ റെമോൻ്റെ ഫാൻസ് നെയ്മറെ കൂകിക്കൊണ്ട് കളിയാക്കുകയാണ്. പക്ഷേ നെയ്മറിനൊരു പ്രത്യേകത ഉണ്ട്. എപ്പോഴൊക്കെ കാണികൾ മൂപ്പരെ കൂകി കളിയാക്കിയിട്ടുണ്ട് ആ ഒരു മാച്ചിൽ തന്നെ ആ ഒരു കാണികൾക്കുള്ള മറുപടി നെയ്മർ കൊടുക്കലുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു മാച്ചിൽ 75-ാം മിനിറ്റിൽ ഒരു ബ്യൂട്ടിഫുൾ അസിസ്റ്റോട് കൂടിയിട്ട് സാൻഡോസിനെ ഒരു ഗോൾ അടിപ്പിച്ചിട്ട് നെയ്മർ വിജയിപ്പിക്കുകയാണ്. അങ്ങനെ ആ ഒരു മാച്ചിൽ റെമോ എന്ന ക്ലബിന് ആ ഒരു നോക്കൗട്ട് മാച്ചിൽ സാൻഡോസ് പുറത്താക്കിയിട്ട് ക്വാർട്ടർ ഫൈനലിലേക്ക് കടന്നു. അങ്ങനെ ആ ഒരു മാച്ചിന് ശേഷം നെയ്മർ വളരെ വികാരഭരിതനായിട്ട് ആ ഒരു റെമോ ഫാൻസിൻ്റെ മുന്നിൽ പോയിട്ട് നിങ്ങൾ എലിമിനേറ്റ് ആയി എന്നുള്ള രീതിയിൽ കളിയാക്കി തുള്ളുന്നൊരു വീഡിയോ ആയിരുന്നു അത്. ഈ ഒരു നെയ്മറിൻ്റെ റിയാക്ഷൻ ആ റെമോ ക്ലബിൻ്റെ പ്രസിഡന്റ് ഒരുപാട് ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു പ്രസിഡന്റ് പറഞ്ഞത് നെയ്മറിനെ പോലെ എല്ലാവരും ഐഡലായിട്ട് കണക്കാക്കുന്ന നെയ്മറിനെ പോലെയുള്ള ഒരു പ്ലെയറിൻ്റെ അടുത്ത് നിന്ന് ഇത്തരത്തിലുള്ള റിയാക്ഷൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള രീതിക്കാണ് മൂപ്പർ പറഞ്ഞത്. പക്ഷേ ആക്ച്വലി നെയ്മർ ഒരിക്കലും തുടങ്ങിയിട്ടൊരു സംഭവമല്ല ഇത്. നെയ്മർ ഒരിക്കലും അങ്ങനെ അങ്ങോട്ട് കയറിയിട്ട് ചൊറിയുന്ന ഒരാളല്ല.